ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മയാണ്. അതിനകത്ത് എന്താണ് പദാർത്ഥം അല്ലെങ്കിൽ എന്താണ് ദ്രവ്യം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഈ പദാർത്ഥത്തെ അല്ലെങ്കിൽ ദ്രവ്യത്തെ രാസപരമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാമെന്നും ശുദ്ധപദാർത്ഥം മിശ്രിതം എന്നും ഞാൻ പറഞ്ഞു. രാസപരമായിട്ട് ഈ പദാർത്ഥത്തെ രണ്ടായി തരംതിരിക്കാം. ഏതൊക്കെയാ? ശുദ്ധപദാർത്ഥവും മിശ്രിതം എന്നും ഞാൻ പറഞ്ഞു. അതിനകത്ത് ശുദ്ധപദാർത്ഥം വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മിശ്രിതങ്ങളെ കുറിച്ചാണ്. അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ എന്താണ് ഈ മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന മാർഗങ്ങൾ പഠിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നീ ക്ലാസ് പ്രയോജനപ്പെട്ടാൽ മാത്രം മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് മിശ്രിതം? മിശ്രിതത്തിലേക്ക് കടക്കാം. ഇനി പറയാം, എന്താ മിശ്രിതം? ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് മിശ്രിതം. ഒന്നിലധികം പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് മിശ്രിതം. ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ് വെള്ളം. എങ്ങനെ ഉപ്പ് വെള്ളം ഉണ്ടാക്കുന്നത്? ഉപ്പിനെ പിടിച്ച് എവിടെ മുക്കുക? വെള്ളത്തിൽ മുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമടെ? ഉപ്പ് വെള്ളം കിട്ടും. ഉപ്പിനെ പിടിച്ച് വെള്ളത്തിൽ മുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉപ്പ് വെള്ളം. ഉപ്പ് വെള്ളം ഒരു മിശ്രിതമാണ്. അതൊന്നും വേണ്ട, നിങ്ങൾ 4 മണിക്ക് മിച്ചർ കഴിക്കത്തില്ലേ? മിച്ചർ ചായയും മിച്ചറും കൂടെ കഴിക്കത്തില്ല. നല്ല കോമ്പിനേഷനാണ് ചായയും മിച്ചറും, അല്ലേ? ചായ ഒരു മിശ്രിതമാണ്. കാരണം എന്താ? അതിനകത്ത് പാലുണ്ട്, തേയിലയുണ്ട്, അല്ലേ? ഷുഗർ ഉള്ളവർക്ക് പഞ്ചസാര ഇടണ്ട, അല്ലെങ്കിൽ ഷുഗർ ഉണ്ട്. അപ്പൊ പഞ്ചസാര, പാല്, തേയില ഇതെല്ലാം ചേർന്ന മിശ്രിതമാണ് പാൽ ചായ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മിച്ചർ, നമുക്കറിയാം, മിച്ചർ കൊറിക്കാൻ വേണ്ടി മിച്ചർ നമ്മൾ ഉപയോഗിക്കും. മിച്ചർ മിശ്രിതമല്ലേ? എന്താ? അതിനകത്ത് നിലക്കടലയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, എന്താണ് അതുകൂട്ട് തന്നെ എന്താണ് ഈ പറയുന്ന അതുകൂട്ട് തന്നെ പൊരിക്കടലയുണ്ട്, അതിന് പോഹ, ഈ സാധനം ഇതെല്ലാം ഉണ്ട്. കണ്ട മിച്ചറിൻ്റെ അകത്ത്. അപ്പം മിച്ചർ ഒരു മിശ്രിതമാണ്. ഒന്നും വേണ്ട, നിങ്ങൾ വീട്ടിൽ വെക്കുന്ന സാമ്പാർ ഒരു മിശ്രിതമാണ്, അല്ലേ? എന്തൊക്കെയാ? ഒരുപാട് പച്ചക്കറികളും സാമ്പാർ പൊടി, പരിപ്പും ഒക്കെ ചേർത്താണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. ബിരിയാണി, കുഴിമന്തി, നമുക്കറിയാം, കുഴിമന്തി. ഓക്കെ, ഇതെല്ലാം എന്താണ്? പറ, മിശ്രിതമാണ്. തിന്നുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുഴിമന്തി മിശ്രിതമാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ജലം എന്ന് പറയുന്ന H2O അല്ലേ? ഇതിൻ്റെ അകത്ത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം എന്താ? 2:1 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണെങ്കിൽ എന്താ? 2:2 എന്ന് വെച്ചാൽ 1:1 ആണ്. ഞാൻ ചോദിക്കാതെ നിങ്ങളടുത്ത്, ഇവിടെ നോക്കിയേ, ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന അനുപാതത്തിൽ ചേർത്തപ്പോൾ എന്ത് കിട്ടി? ജലം കിട്ടി. ഓക്കെ, അനുപാതം മാറിയപ്പോൾ സാധനം മാറിയില്ലേ? H2O2 അനുപാതം മാറിയപ്പോൾ എന്ത് ചെയ്തു? സാധനം മാറി. കാരണം സംയുക്തം മാറും. കാരണം 2:1 എന്ന അനുപാതത്തിലാണ് ജലം, എന്നാൽ 1:1 എന്ന അനുപാതത്തിലാണ് എന്ത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ക്ലിയർ? കാര്യം മനസ്സിലായോ? അപ്പം ഇവിടെ അനുപാതം മാറിയപ്പോൾ സംയുക്തം മാറി. എൻ്റെ ക്വസ്റ്റ്യൻ, അനുപാതം മാറിയാൽ മിശ്രിതം മാറുമോ? നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇപ്പം പല വീട്ടിൽ, നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കുന്നതിന് കണക്ക് വല്ലതും ഉണ്ടോ? 2 തക്കാളി, 1 സബോള, അല്ലെങ്കിൽ എന്താണ് ഇത്ര ചേർത്ത് മാത്രമേ സാമ്പാർ ഉണ്ടാക്കാവുള്ളൂ എന്ന് കണക്ക് വല്ലതും ഉണ്ടോ? ഇല്ല. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ബീക്കറിൻ്റെ അകത്ത് ഞാൻ 2 ബീക്കർ എടുക്കുക. 2 ബീക്കറിൻ്റെ അകത്ത് ഞാൻ വെള്ളം എടുത്തു. 1ാമത്തെ ബീക്കറിൻ്റെ അകത്ത് 1 സ്പൂൺ ഉപ്പിട്ടു. 2ാമത്തെ ബീക്കറിൻ്റെ അകത്ത് 2 സ്പൂൺ ഉപ്പിട്ടു. അതിൻ്റെ പേരും എന്താണ് മക്കളെ? എന്താണ് അതിൻ്റെ? രണ്ടിൻ്റെയും പേര് ഉപ്പുവെള്ളം എന്നല്ലേ? കാരണം ആദ്യത്തെ 1 സ്പൂൺ ഇട്ടു, 2ാമത്തെ 2 സ്പൂൺ ഇട്ടപ്പോൾ ഉപ്പുവെള്ളം മാറിയോ? ഇല്ല. ബിരിയാണി ഉണ്ടാക്കുന്നു, പലവരും പല രീതി ഉണ്ടാക്കും. തലശ്ശേരി ബിരിയാണി, മാഞ്ഞാലി ബിരിയാണി,
അല്ലേ? പലതും എല്ലാത്തിനും പറയുന്ന പേര് ബിരിയാണി എന്നല്ലേ? മനസ്സിലായോ? അപ്പം അനുപാതം മാറിയാൽ ഒരിക്കലും മിശ്രിതം മാറുന്നില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തോണം. കോൺക്രീറ്റ്, നമുക്കറിയാം കോൺക്രീറ്റ് വീടൊക്കെ കെട്ടിടം വെക്കത്തില്ലേ, അതിനകത്ത് സിമെന്റ് ഉണ്ട്, മണലുണ്ട് അല്ലേ? പലതും ചേർന്ന മിശ്രിതമാണ് കോൺക്രീറ്റ്. കമ്പോസ്റ്റ് വളമില്ലേ, കമ്പോസ്റ്റ് വളം, അതിനകത്ത് ഒരുപാട് പച്ചക്കറിയെ കൊണ്ടിട്ടാണ് കമ്പോസ്റ്റ് വളം ഉണ്ടാക്കുന്നത്. അത് മിശ്രിതമാണ്. മിക്സ്ചർ, അതെ മിക്സ്ചർ നമ്മൾ മിക്സ്ചർ എന്ന് പറയും. കാരണം എന്താ? അതൊരു മിക്സ്ചർ ആയതുകൊണ്ടാണ് നമ്മൾ മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. മിക്സ്ചർ എന്ന് വിളിക്കാൻ കാരണം അതൊരു മിക്സ്ചർ ആണടേ. മനസ്സിലായോ? ഇനി നോക്കിയേ, സലാഡ് അറിയാമല്ലോ, നമ്മൾ ഈ കുഴിമന്തിയുടെ കൂടെയും അല്ലെങ്കിൽ എന്താ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കുന്ന സലാഡ് മാത്രമല്ല, മൈനേസ് ഇല്ലേ, മൈനേസ് നമ്മൾ കുഴിമന്തി അൽഫാമൊക്കെ കഴിക്കും, മൈനേസ്, ഇതെല്ലാം മിശ്രിതമാണ്. മാങ്ങ അച്ചാർ മിശ്രിതമല്ലേ? മാങ്ങ, മുളക് പൊടി, വിനെഗർ ഇതെല്ലാം കൂടെ ചേർന്നുണ്ടാക്കുന്ന മിശ്രിതമാണ് മാങ്ങ അച്ചാർ. മനസ്സിലായോ? ഇനി നോക്കിയേ മക്കളെ, നോക്കിയേ, കണ്ടോ, ഇത് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് എന്താണ്? മിശ്രിതമാണ്. മനസ്സിലായത്? കൂടെ കൃഷി, ആരോഗ്യം, നിർമ്മാണം, മരുന്നുകളൊക്കെ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, മെഡിസിനുകൾ, ഇതെല്ലാം എന്താണ്? മിശ്രിതമാണ്. അപ്പൊ എന്താ? കൃഷി, ആരോഗ്യം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലൊക്കെ നമ്മൾ എന്താണ്? മിശ്രിതം ഉപയോഗിക്കും. മരുന്നൊക്കെ മിശ്രിതമാണ്. അതുകൂട്ട് തന്നെ ഈ കോൺക്രീറ്റ്, കമ്പോസ്റ്റ് ഇതൊക്കെ എന്താണ്? മിശ്രിതം. സലാഡ് മിശ്രിതമാണ്. മാങ്ങ അച്ചാർ മിശ്രിതമാണ്. ഓക്കെ, ബിൽഡിങ്ങിനൊക്കെ വെക്കുന്ന കോൺക്രീറ്റുകൾ ഇതൊക്കെ എന്താണ്? മിശ്രിതമാണ്. കണ്ടോ? സൂപ്പർ ബിരിയാണി എന്താണ് മക്കളെ? മിശ്രിതമാണ്. മനസ്സിലായോ? അപ്പൊ എന്താ മിശ്രിതം എന്ന് മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ ആണ്. ഇനി നിങ്ങൾ പറ മക്കളെ, ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നത് കഞ്ഞി. എന്താ? കഞ്ഞി. ഇത് ഒരു മിശ്രിതമാണ് അല്ലേ? കാരണം കഞ്ഞിക്കകത്ത് ജലമുണ്ട്, ഉപ്പുണ്ട്, മറ്റ് പദാർത്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെന്താ? മിശ്രിതത്തിൽ ഞാൻ എന്നിടുവാണ് കേട്ടോ. മിശ്രിതമാണ് അല്ലേ? ജലം, കാരണം ഞാൻ പറഞ്ഞു ജലം ശുദ്ധപദാർത്ഥം, ഉപ്പ് ശുദ്ധപദാർത്ഥം, ഇത് രണ്ടും കൂടെ ചേരും മിശ്രിതമാകും. കാരണം ജലമുണ്ട്, ഉപ്പുണ്ട്, മറ്റ് പദാർത്ഥങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതെന്താണ്? മിശ്രിതമാണ്. ഇനി പെൻസിൽ, ഗ്രാഫൈറ്റ് അറിയോ? ഗ്രാഫൈറ്റ് അതിനകത്ത് ഗ്രാഫൈറ്റ് മാത്രമേ ഉള്ളൂ, കാർബൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗ്രാഫൈറ്റ്, ഡയമണ്ട് ഒക്കെ എന്താണ്? ശുദ്ധപദാർത്ഥമാണ്. പ്യുവർ സബ്സ്റ്റൻസിന്റെ പീഡുമാണ്. ഇനി പഞ്ചസാരക്കകത്ത് C12, H22, O11. മനസ്സിലായോ? ഒരു പദാർത്ഥം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു തന്മാത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ശുദ്ധപദാർത്ഥമാണ്. സോഡ വെള്ളം, കാർബൺ ഡൈ ഓക്സൈഡും ജലവുമുണ്ട്. സോഡാ വെള്ളം എങ്ങനെയാ സോഡാ വെള്ളം നിർമ്മിക്കുന്നത്? പറ. ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചാണ് സോഡാ വാട്ടർ നിർമ്മിക്കുന്നത് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ശ്രദ്ധിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ പ്രഷറിൽ ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാ വാട്ടറിന്റെ അകത്ത് ആസിഡാണ് കാർബോണിക് ആസിഡ്. എന്താണ്? കാർബോണിക് ആസിഡ്. സോഡാ വാട്ടറിന്റെ അകത്ത് ആസിഡ് എന്താണ്? കാർബോണിക് ആസിഡ്, H2CO3. കാരണം സോഡാ വാട്ടറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ട്. അതുകൊണ്ട് അതെന്താണ്? മിശ്രിതം എന്ന് നമുക്ക് ഒരേ പൊളിക്ക് പറയാൻ സാധിക്കും. മനസ്സിലായി? ഇനി സംഭാരത്തിനകത്ത് എന്തൊക്കെ ഉണ്ട്? സംഭാരമില്ലേ? സംഭാരം എന്തൊക്കെയാ? ജലമുണ്ട്, ഉപ്പുണ്ട്, മറ്റ് പദാർത്ഥങ്ങളൊക്കെ ഉണ്ട്. ജലം, ഉപ്പ്, ഈ പറഞ്ഞ ഒക്കെ ഒക്കെ ഉണ്ട്. അപ്പം അതെന്താണ് മക്കളെ? ഒന്നിൽ കൂടുതലായതുകൊണ്ട് അത് മിശ്രിതമാണ്. ഇനി ശുദ്ധജലത്തിൻ്റെ അകത്ത് എന്താ മക്കളെ? H2O മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ശുദ്ധപദാർത്ഥമാണ്. കിട്ടിയല്ലോ. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതാണ് KMnO4. ഇതൊരു തന്മാത്രയാ അല്ലെങ്കിൽ സംയുക്തം എന്ന് പറയും. പൊട്ടാസ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4ൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? പൊട്ടാസ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പൊട്ടാസ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ അതൊരു ഒരു തന്മാത്രയാ.
വ്യത്യസ്ത അല്ലെങ്കിൽ എന്താണ് ആറ്റങ്ങൾ ചേർന്നല്ലേ പൊട്ടാസ്യം എന്ന ആറ്റം, മാംഗനീസ്, ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് എന്തുണ്ടാകുന്നു? തന്മാത്ര ഉണ്ടാകുന്നു. അപ്പോൾ അതെന്താണ് മക്കളെ? തന്മാത്രയായതുകൊണ്ട് അത് ശുദ്ധപദാർത്ഥമാണ്. ഇത് പഠിച്ചോണേ. ഇനി സ്വർണ്ണാഭരണം ഞാൻ പറഞ്ഞതാണ്. സ്വർണ്ണാഭരണം ആ സ്വർണം, വെള്ളി, ചെമ്പൊക്കെ ചേർന്നതാണ്. ഓക്കെ അല്ലേ? അപ്പം അതെന്താണ്? വ്യത്യസ്ത ഘടകങ്ങൾ ചേർന്നുണ്ടാകുന്നത് കൊണ്ട് അതെന്താണ്? അത് മിശ്രിതമാണ്. സ്വർണം കണ്ട, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, സ്വർണം എന്ന് വെറുതെ പറഞ്ഞാൽ, സ്വർണം ഗോൾഡ് എന്ന് പറഞ്ഞാൽ അവൻ ശുദ്ധപദാർത്ഥമാണ്. ഇത്രയും കാര്യം മനസ്സിലായി. ക്ലാസ് ചെയ്യാൻ പഠിച്ചോണം. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ്, പക്കയായിട്ട് പഠിച്ചോണം. ഇനി ഈ മിശ്രിതങ്ങൾ പലതരം ഉണ്ട് മക്കളെ. ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേരുന്ന മിശ്രിതം. ഓക്കെ, അപ്പോൾ ദേ നോക്കേ, ദ്രാവകത്തിൽ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. ജലം ഒരു ദ്രാവകമല്ലയോ? അതിൻ്റെ അകത്ത് ഞാൻ ഉപ്പിട്ടു NaCl. ഇതാണ് ഉപ്പ് വെള്ളം എന്ന് പറയും. എന്ത് പറയും? ഉപ്പ് വെള്ളം എന്ന് പറയും അല്ലേ? ഉപ്പ് വെള്ളം. ഇവിടെ എന്താ സംഭവിച്ചത്? ജലം എന്താണ്? ഒരു ദ്രാവകമാണ്. NaCl എന്താ? ഉപ്പ്. എല്ലാവർക്കും അറിയാം, വീട്ടിൽ ഒരു ഖരമാണ്. ഈ ഉപ്പാണ് എവിടെ ലയിച്ചത്? വെള്ളത്തിൽ ലയിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഉപ്പ് വെള്ളം കിട്ടി. അപ്പോൾ ഉപ്പ് വെള്ളം എന്താ? ഒരു മിശ്രിതമാണ്. എവിടെ? ദ്രാവകത്തിൽ ഖരാവസ്തു ലയിച്ചു. ദ്രാവകമാണ് ജലം, ജലത്തിലാണ് ഉപ്പ് ലയിച്ചത്. ഇനി പഞ്ചസാര വെള്ളം എങ്ങനെ? പഞ്ചസാര H2O അല്ലേ പ്ലസ് വെള്ളം എന്താ? പഞ്ചസാര അല്ല, ജലം H2O അല്ലേ? ജലം എന്താണ്? H2O അല്ലേ? പഞ്ചസാര എന്താ? C12 H22O11 അല്ലേ? അപ്പൊ എന്ത് കിട്ടി? പഞ്ചസാര വെള്ളം കിട്ടി. പഞ്ചസാര നമുക്കറിയാം, വീട്ടിൽ വേഗം ഷുഗർ, അത് ഖരാവസ്ഥയല്ലേ? ഖരാവസ്ഥ. ജലം വെള്ളമല്ലേ? അപ്പം ഇതാണ് ഒന്നാമത്തെ, ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞ മിശ്രിതം. രണ്ടാമത്തത് ഖരവസ്തുയിൽ ലയിച്ചത്. ഖരവസ്തു രണ്ട് ഖരമായിരിക്കും. ഇപ്പൊ റവ, നമ്മൾ വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കത്തില്ലേ? എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുക? റവ എടുക്കുക, ഉപ്പിടുക അല്ലേ? അപ്പൊ റവ ഉപ്പ് കലർന്നത് അതെന്താണ്? റവ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, റവ ഖരമാണ്. ഖരം സോൾഡ് ആണ്. ഉപ്പും സോൾഡാ. അപ്പം റവയും ഉപ്പും കൂടെ കലർന്നത് എന്താണ്? അതൊരു ഖരത്തിൽ ലയിച്ച മിശ്രിതമല്ലേ? ഇനി അടുത്ത ഞാൻ പറഞ്ഞുതരാം മക്കളെ, പഠിച്ചോ. 916 ഗോൾഡ്. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന 916 ഗോൾഡ് എന്ന് പറയുന്നത് ഖരമാണ്. കാരണം ഞാൻ പറഞ്ഞതാണ്, ഗോൾഡും അതുകൂട്ട് തന്നെ എന്താണ്? ഈ പറയുന്ന ചെമ്പും ചേർന്ന മിശ്രിതമാണ്. കാരണം ഗോൾഡ് എന്ന് വെച്ച ഖരമാണ്, ചെമ്പും ഖരമാണ്. അപ്പൊ അതെന്താണ്? ഖരവസ്തുവിൽ ചേർന്ന മിശ്രിതമാണ്. ക്ലിയർ? ഓക്കെ, കണ്ട, ഗോൾഡ് 916 ഹോൾമാർക്ക് സ്വർണം അല്ലേ? മനസ്സിലായി? വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ എഴുതണം? പോയില്ലേ? പോട്ടെ. 916 ഗോൾഡ് എന്ന് വെച്ച എന്താ മക്കളെ? 916 എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, 1000 ഗ്രാം സ്വർണം എടുത്താൽ 916 ഗ്രാമേ സ്വർണമുള്ളൂ. ബാക്കി എന്താണ് മക്കളെ? ചെമ്പാണ് എന്ന് പറഞ്ഞു. അതൊരു ഖരത്തിൽ ലയിച്ച മിശ്രിതമാണ്. ഇനി ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേരുന്നു. ഒന്നിൽ കൂടുതൽ. ഇപ്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഞാൻ പറഞ്ഞതാണ്, KMNO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ അല്ലേ? അതുകൂട്ട് തന്നെ ഉപ്പ് എന്താ? NaCl പ്ലസ് ജലം H2O. കണ്ട, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഉപ്പ്, ജലം. മനസ്സിലായോ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഖരമാണ്, ഉപ്പും ഖരം സോൾഡാണ്. എന്നാൽ ജലം എന്താണ്? ലിക്വിഡാണ്. ലിക്വിഡാണ്. മനസ്സിലായോ? അതാണ് ഒന്നില്ല കൂടുതൽ ഖരവസ്തുക്കൾ ലയിച്ചു ചേർന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. ഞാൻ ഒന്നാമത്തെ പറഞ്ഞു എന്താണ്? സോളിഡ്
ഖരം ലിക്വിഡിൽ ചേർന്ന മിശ്രിതം ഉണ്ടാക്കാം. അതാണ് NaCl, ഉപ്പും വെള്ളമെന്ന് ഞാൻ പറഞ്ഞു. സെറ്റാണല്ലോ. ഇനി അടുത്ത എന്താ? സോളിഡ് ചേർന്നുണ്ടാക്കാം. അതാണ് റവയും ഉപ്പും. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നതാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ മക്കളെ, എല്ലാ ഘടകങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതമുണ്ട് അല്ലേ? ഘടകങ്ങളെല്ലാം കാണാൻ കഴിയുന്ന മിശ്രിതമുണ്ട്, കാണാൻ കഴിയാത്ത മിശ്രിതമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഉദാഹരണം എന്താ? ഉപ്പ് വെള്ളത്തിൽ ഇടുന്നു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഉപ്പ് വെള്ളം കിട്ടി. ഉപ്പിലെ ഓരോ കണികളെയും നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂ? ഇല്ല, അത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മിശ്രിതമാണ് അല്ലെ? പഞ്ചസാര വെള്ളത്തിൽ ഇടുന്നു, അപ്പോൾ ഒരു മിശ്രിതം ഉണ്ടാകുന്നു. ആ പഞ്ചസാരയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂ? ഇല്ലടേ. മനസ്സിലായി? അത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മിശ്രിതം. പിന്നെ കാണാൻ കഴിയുന്ന മിശ്രിതമുണ്ട്. ഓക്കെ, അതാണ് മക്കളെ ചെളിവെള്ളം, മഡി വാട്ടർ. ചെളിവെള്ളം നമുക്ക് ചെളിയെ കാണാൻ കഴിയും അല്ലേ? ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം ചോക്കുപൊടിയെ കാണാൻ കഴിയും. മനസ്സിലായി? അപ്പൊ കാണാൻ കഴിയുന്നവയുണ്ട്, കാണാൻ കഴിയാത്തവയുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി ശ്രദ്ധിച്ചോ, എന്താണ് മിശ്രിതങ്ങളെ രണ്ടായി തരംതിരിക്കാം? ഞാൻ പറഞ്ഞതാണ്, ഒന്ന് ഏകാത്മക മിശ്രിതവും, രണ്ട് ഭിന്നാത്മക മിശ്രിതവും. എന്താ? ഏകാത്മക മിശ്രിതം, രണ്ട് ഭിന്നാത്മക മിശ്രിതം. എന്താ ഏകാത്മക മിശ്രിതം? പറ. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമുള്ളതാണെങ്കിൽ അത്തരം മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണെങ്കിൽ അത്തരം മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം. എക്സാമ്പിൾ പഞ്ചസാര ലായനി അല്ലേ? പഞ്ചസാര വെള്ളത്തിയിട്ട് കലക്കിയിട്ട് കുടിച്ചു നോക്കിയോ? എല്ലായിടത്തും പഞ്ചസാരയുടെ ഗുണമാ. ഉപ്പ് ലായനി ഉപ്പിന്റെ ഗുണമാ അല്ലേ? ഉപ്പ് ലായനി, ഉപ്പ് വെള്ളത്തിയിട്ട് കലക്കുക, കുടിക്കുക, ഉപ്പ് ലായനി. മനസ്സിലായോ? അതുകൂട്ട് തന്നെ നമുക്കറിയാം, ഈ പറഞ്ഞ 916 ഗോൾഡ് 916 ഗോൾഡ് സ്വർണം ഏകാത്മക മിശ്രിതമാ. നമ്മൾ സ്വർണം മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ നമുക്കറിയാം, എപ്പോഴും പറയുന്നതാണ് എന്ത്? കോപ്പറും അല്ലെങ്കിൽ ഗോൾഡും കോപ്പറൊക്കെ ചേർന്ന മിശ്രിതമാണ് 916 ഗോൾഡ്. പക്ഷേ കോപ്പറിന് ഗുണമൊന്നും അവിടെ കാണാറില്ല, നമ്മൾ സ്വർണത്തിന് ഗുണം കാണാറുള്ളത്. ക്ലിയർ ആണോ? പിന്നെ ഈ പറഞ്ഞെന്താണ്? അന്തരീക്ഷ വായു ഏകാത്മക മിശ്രിതമാണ്. വായു ഒരു മിശ്രിതമാണ്. എന്താ? നൈട്രജനും ഓക്സിജൻ, ആർഗൺ, അതുകൂട്ട് തന്നെ എന്താണ്? അതുകൂട്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അത് നൈട്രജൻ ആണ്, സെക്കൻഡ് ഓക്സിജൻ ആണ്, 3 ആർഗൺ ആണ്, 4 കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പഠിച്ചോ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ ആണ്, അത് കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്, അത് കഴിഞ്ഞാൽ ആർഗൺ ആണ്, അത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം അത് ആർഗൺ. അലസവാതകം ആർഗൺ. സംയുക്തമാണ് ചോദിക്കുന്നതെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇതെല്ലാം ചേർന്ന ഒരു മിശ്രിതമാണ് അന്തരീക്ഷ വായു, ഏകാത്മക മിശ്രിതമാണ്. ക്ലിയർ? ലോഹസങ്കരം അറിയത്തില്ല, ഇപ്പം അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് പഠിക്കാം. പിച്ചള, ബ്രാസ്, ബ്രോൺസ്, നിക്രോം, അൽനിക്കോ, ഇതെല്ലാം മിശ്രിതമാണ്. എന്താണ്? ഏകാത്മക മിശ്രിതമാണ്. ഒറ്റടിക്ക് പറഞ്ഞാൽ നമുക്ക് പറയാം, എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതമാണ് എന്ന് പറയാം. ലായനി എന്ന ടോപ്പിക് നമുക്ക് എടുക്കാം അതിന്റെ ബാക്കിയായിട്ട്. അപ്പൊ എല്ലാ ലായനികളും എന്താണ്? ഏകാത്മക മിശ്രിതമാണ് എന്ന് പറയാം. ഉപ്പ് ലായനി, പഞ്ചസാര, പിന്നെ ലോഹസങ്കരങ്ങൾ ഞാൻ പറഞ്ഞ പിച്ചള, ബ്രോൺസ്, സ്വർണം, 916 ഗോൾഡ് ലോഹസങ്കരമാ. 2ഓ അതിലധികമോ ലോഹങ്ങൾ ചേർന്നതാ. മനസ്സിലായി? ഇതൊക്കെ അങ്ങോട്ട് എടുക്കും നിങ്ങൾക്ക്. അപ്പം പഠിച്ചോ? അപ്പം പിച്ചള, സ്റ്റെയിൻലെസ് സ്റ്റീല്, മനസ്സിലായോ? അത് കൂട്ടാൻ എന്താണ്? ഈ പറയുന്ന ബ്രോൺസ്, ബ്രാസ്, നിക്രോ, അങ്ങനെ ലോഹസങ്കരം എന്ത് കണ്ടാലും അത് ഏകാത്മക മിശ്രിതമാണ്. പിന്നെ എഥനോളും ജലവും ചേർന്ന മിശ്രിതം.
എഥനോൾ വെള്ളം അടിക്കുമ്പോൾ എഥനോൾ ഒഴിച്ച് നോക്കി കണ്ട, എഥനോൾ വെള്ളത്തിലേച്ച് നല്ലോണം കലക്കി കുടിക്കുക. അപ്പോൾ ഒരേ സ്വഭാവമല്ലേ? അപ്പൊ എഥനോളും ജലവും ചേർന്ന മിശ്രിതം അതേ ഏകാത്മക മിശ്രിതമാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞതാണ് ദേ അന്തരീക്ഷത്തിൽ നൈട്രജൻ, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്ന 6ാം ക്ലാസ്സിലെ ഈ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്ന ചാപ്റ്റർ കിടക്കുന്നത്. ഓക്കെ, നൈട്രജൻ 78% അന്തരീക്ഷത്തിൽ. കണ്ട, കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, ഓക്സിജൻ 21, മറ്റുള്ളവ എല്ലാം കൂടെ 0.96. ഇത് ഒന്നാമത് നൈട്രജൻ ആണ്, 2 ഓക്സിജൻ ആണ്, 3 ആർഗൺ കൊടുത്താൽ ആർഗൺ ആണ്, നാലാമത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് 0.04% അന്തരീക്ഷത്തിലുണ്ട്. അപ്പൊ അന്തരീക്ഷത്തിൽ ഇതെല്ലാം എന്താണ്? മിശ്രിതമാണ്. അപ്പൊ അന്തരീക്ഷ വായു ഏകാത്മക മിശ്രിതമാണെന്നു. എഥനോളും വെള്ളവും ചേർന്ന മിശ്രിതം ഏകാത്മക മിശ്രിതമാണ്. ഇനി എന്താ ഭിന്നാത്മക മിശ്രിതം? ഒന്ന് പറഞ്ഞേ മക്കളെ. ഒരു മിശ്രിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതമാണ് ഭിന്നാത്മക മിശ്രിതം. അതിന് എക്സാമ്പിൾ ആണ് മക്കളെ ചെളിവെള്ളം. കുടിച്ചു നോക്കിയാൽ മതി. ചെളിവെള്ളം ഭിന്നാത്മക മിശ്രിതം. പിന്നെന്താണ്? പിന്നെ പറയുക ചോക്ക് പൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം ഭിന്നാത്മകമാണ്. മനസ്സിലായോ? അതുകൂട്ട് തന്നെ കഞ്ഞിവെള്ളം ഭിന്നാത്മകമാ. ക്ലിയർ? അതുകൂട്ട് തന്നെ നമുക്കിനി പറയാം കഞ്ഞിവെള്ളം ഭിന്നാത്മകമാണ്. പാല്, കാരണം പാലിൻ്റെ അകത്ത് പ്രോട്ടീനൊക്കെ ഉണ്ട്, അത് ഭിന്നാത്മക മിശ്രിതമാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പം പഠിക്കാം എന്താ ഭിന്നാത്മക മിശ്രിതം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും വ്യത്യസ്ത ഗുണമാണെങ്കിൽ അതാണെന്ത്? ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഒപ്പം എന്താ ഏകാത്മകം, എന്താ ഭിന്നാത്മകം എന്ന് മനസ്സിലായോ? ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണമാണെങ്കിൽ അത് ഏകാത്മക മിശ്രിതം, വ്യത്യസ്ത ഗുണമാണെങ്കിൽ ഭിന്നാത്മക മിശ്രിതമാണ് എന്ന കാര്യം ഓർത്തോണം. ഇത്രയും കാര്യം സെറ്റാണല്ലോ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ് നമുക്ക് ഇതിന്റെ ബാക്കി കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ക്ലാസ് മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യം നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക്